ഛത്തീസ്ഗഡിൽ നിന്നുള്ള മാവോയിസ്റ്റുകളുടെ വേട്ടകളുടെ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇന്നലെ ഒരു വനിതയുൾപ്പെടെ 3 കേഡറുകളെയാണ് സേന കൊലപ്പെടുത്തിയത്. കാങ്കർ, ഗാരിയബം ജില്ലകളുടെ അതിർത്തിയിൽ ചിന്ദ്ഗഡ് ഗ്രാമത്തിനടുത്തുള്ള വനപ്രദേശത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് കാങ്കർ പോലീസ് സൂപ്രണ്ട് ഇന്ദിര കല്യാൺ അലസേലയുടെ ഭാഷ്യം. മാവോയിസ്റ്റുകളുടെ സീർനാഥി റവാസ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സർവൻ മദ്കം എന്ന വിശ്വനാഥ്, നഗരി ഏരിയ കമ്മിറ്റി അംഗം രാകേഷ് ഹേംല എന്ന രാജേഷ്, മെയിൻപൂർ നുവാപടയിലെ ബസന്തി കുങ്കം എന്ന ഹിത്മെ എന്നിവരാണ് മരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 22-നാണ് നാരായൺപൂരിലെ അബുജ്മത് വനത്തിൽ മാവോയിസ്റ്റ് നേതാക്കളായ കഡരി സത്യനാരായണ റെഡ്ഡി എന്ന കോസ, കട്ട രാമചന്ദ്ര റെഡ്ഡി എന്ന രാജുദാദ എന്നിവർ കൊല്ലപ്പെട്ടത്. ഇവരെ വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊല ചെയ്തതാണെന്ന് CPI ദണ്ഡകാരണ്യ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി ആരോപിച്ചിട്ടുണ്ട്. കട്ട രാമചന്ദ്ര റെഡ്ഡിയുടെ മൃതദേഹം സംസ്കരിക്കരുതെന്നും ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഉത്തരവിടുന്നത് വരെ സൂക്ഷിക്കണമെന്നും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റെഡ്ഡിയുടെ മകന്റെ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. ഈ മാസം 10 വരെ ഇരു നേതാക്കളും സുരക്ഷിതരായിരുന്നുവെന്നും 11-ന് ശേഷം അവരെ പിടികൂടി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് വകവരുത്തിയ ശേഷം ഏറ്റുമുട്ടൽ സൃഷ്ടിക്കുകയായിരുന്നു പോലീസ് എന്നുമാണ് സംഘടന പറയുന്നത്. മാവോയിസ്റ്റുകളെയും ആദിവാസി പ്രവർത്തകരെയും കൊന്നുതള്ളുന്ന ഭീകരതയ്ക്ക് മോഡി ഭരണത്തിൽ നൽകിയിട്ടുള്ള ഓമനപ്പേരാണ് ഏറ്റുമുട്ടൽ കൊല. 2026 മാർച്ച് 31-നകം രാജ്യത്തു നിന്ന് നക്സലിസം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചത് ഇത്തരം നടപടികൾക്ക് വേഗം കൂട്ടാൻ വേണ്ടിയാണ്. ഛത്തീസ്ഗഡ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ അർദ്ധസൈനിക വിഭാഗങ്ങളിലെ 10,000 കമാൻഡോകൾ ഉൾപ്പെടുന്ന സംഘത്തെ മാവോവാദി വിരുദ്ധ ഓപ്പറേഷന് വേണ്ടി രൂപീകരിച്ചിട്ടുമുണ്ട്. രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ മാവോവാദി വിരുദ്ധ ഓപ്പറേഷനാണിത്. കരേഗട്ട, നാട്പള്ള, പൂജാരി, കങ്കർ എന്നിവിടങ്ങളിലെ നിബിഡ വനങ്ങളിലാണ് മാവോവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 300-ലേറെ മാവോവാദികളെയാണ് ഛത്തീസ്ഗഡിൽ മാത്രം വധിച്ചത്. 2024-ൽ 163 പേരെയും 2025 മാർച്ച് വരെ മാത്രം 142 പേരെയും വധിച്ചു. ഈ മാസം 11-ന് മാവോയിസ്റ്റുകളെയാണ് ഇല്ലാതാക്കിയത്. ഇപ്പോൾ 2 ദിവസത്തിനിടെ 5 പേരെയും. അരികുവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങളുടെ അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി ഏറെക്കാലമായി തുടരുന്ന സംഘർഷങ്ങളുടെ ഭാഗമാണ് രാജ്യത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ. രാജ്യസുരക്ഷ മുൻനിർത്തിയെന്ന വ്യാജന ഇത്തരം പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഗോത്ര സ്വയംഭരണത്തെയും ഭരണഘടനാ സുരക്ഷയെയും അട്ടിമറിച്ചുകൊണ്ടാണ് നടപ്പാക്കുന്നതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഭരണഘടനയുടെ 5-ാം ഷെഡ്യൂൾ ഉറപ്പു നൽകുന്ന ആദിവാസി അവകാശങ്ങൾ ആസൂത്രിതമായി അട്ടിമറിക്കപ്പെടുകയും വനങ്ങളും ധാതുക്കളുമെല്ലാം കോർപ്പറേറ്റ് ചൂഷണത്തിന് വിധേയമാകുകയും ചെയ്യുന്നതിനെതിരെ പ്രതിരോധമുയർത്തുന്നവരെയാണ് മാവോയിസ്റ്റ് മുദ്ര ചാർത്തി കൊന്നൊടുക്കുന്നത്. ആദിവാസികളെ ശത്രുതയോടെ കാണുന്ന സൈനിക സമീപനത്തിനെതിരെയാണ് പ്രാദേശിക ചെറുത്തുനിൽപ്പുണ്ടാകുന്നത്. പ്രതിരോധിക്കുന്നവരെ കൊന്നുതള്ളുക മാത്രമല്ല, അവരുടെ മൃതദേഹങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പലപ്പോഴും ഭരണകൂടം തയ്യാറാകുന്നില്ല. കുടുംബാംഗങ്ങളുടെ മനുഷ്യാവകാശം പോലും നിഷേധിക്കുന്ന നടപടി ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണ്. മാവോയിസ്റ്റുകളുടെ സായുധ രീതി അംഗീകരിക്കാനാവുന്നതല്ല. എന്നാൽ മാവോയിസം എന്നത് ഭീകര പ്രവർത്തനമോ ദേശവിരുദ്ധമോ അല്ല. ഇക്കാര്യം കോടതികൾ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ നിയമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിനു പകരം കൊലപാതകത്തിന്റെയും ഉന്മൂലനത്തിന്റെയും മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ BJP സർക്കാരുകൾ സ്വീകരിക്കുന്നത്. ഭയത്തിന്റെയും ഭീകരതയുടെയും അന്തരീക്ഷം സൃഷ്ടിച്ച് വനത്തിന്റെ അവകാശികളായ ആദിവാസികളെ മേഖലകളിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ് ചങ്ങാത്ത മുതലാളിത്ത സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം. എന്തിന്റെ പേരിലായാലും ജനാധിപത്യ തത്വങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കുമെതിരായി മനുഷ്യജീവനുകളെ ഇല്ലാതാക്കുന്നത് ആഘോഷമാക്കുന്ന നിലപാട് മനുഷ്യത്വ വിരുദ്ധമാണ്.